CPM-ൽ തരം താഴ്ത്തലിന് വിധേയനായ PK ശശിയെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് ഇപ്പോൾ പാർട്ടി. ശശിക്കെതിരെ CPM മണ്ണാർക്കാട് പ്രകടനം നടത്തിയതിന് പിന്നാലെ PM ആർ ഷോ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശശിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയാണ്. ബിലാലല്ല പടക്കം ബഷീർ മാത്രമാണ് എന്നാണ് ആർ ഷോയുടെ പരിഹാസം. ശശിയെ സ്വീകരിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിലും തർക്കം നിലനിൽക്കുകയാണ്. PK ശശി CPM-ൽ നിന്ന് പുറത്തേക്കോ? ഇതാണ് ന്യൂസ് ട്രെൻഡ്സ് ചർച്ച ചെയ്യുന്നത്. CPM-ൽ നിന്ന് പുറത്തേക്കുള്ള സൂചനകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം KTDC ചെയർമാൻ പദവിയിൽ PK ശശി തുടരുകയും ചെയ്യുകയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ ശശി പങ്കെടുത്തതോടെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായത്. PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ ഉള്ള വേദിയിലാണ് ശശി സംസാരിച്ചത്. ശശിയുടെ ചില പരാമർശങ്ങൾ CPM-ന് എതിരായിരുന്നു. CPM പരസ്യമായി രംഗത്തെത്തി മണ്ണാർക്കാട് ശശിക്കെതിരെ പ്രകടനം നടന്നു. അതേസമയത്ത് തന്നെ ശശിയുടെ മുൻ ഡ്രൈവറായ അഷ്റഫ് ഉൾപ്പെടെ ഉള്ള ചില നേതാക്കൾ മണ്ണാർക്കാട് CPM ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ സംഭവം കൂടി പുറത്തു വന്നു. ഇതും ഈ ഉള്ള ഒരു ചർച്ച സജീവമാകാൻ കാരണമായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, സാഹചര്യങ്ങൾ നോക്കിയാൽ PK ശശി CPM-ൽ നിന്ന് പുറത്തേക്ക് എന്ന സൂചനയല്ലേ കിട്ടുന്നത്? CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ഏതാണ്ട് അതേ രീതിയിലായിരുന്നു. ഏരിയ സെക്രട്ടറി അതിനേക്കാൾ ശക്തമായ ഭാഷയിൽ PM ആർ ഷോയാണെങ്കിൽ പരസ്യമായ വിമർശനം ശശിക്കെതിരെ തന്നെ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ PK ശശിക്ക് ഇനി CPM-ൽ കൂടുതൽ നാളുകൾ ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? കോൺഗ്രസ് പരസ്യമായിട്ട് സ്വാഗതം ചെയ്തിരുന്നു VK ശ്രീകണ്ഠൻ. പക്ഷേ അവിടെയും നേതാക്കൾക്കിടയിൽ ശശിയെ സ്വീകരിക്കുന്നതിൽ ഭിന്നതയുമുണ്ട്. എന്താണ് ശശിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയം ഇപ്പോൾ? ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് CPM-ന്റെ PM ആർ ഷോ പോലെ നേതാവ്, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സുരേഷ് ബാബു, അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറി, ഇവരെല്ലാം പരസ്യമായി തന്നെ പേര് പറഞ്ഞില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് PK ശശിയാണ് വിമർശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഈ തരത്തിലേക്ക് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. PK ശശി പാർട്ടിക്ക് നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള, അല്ലെങ്കിൽ പാർട്ടിക്ക് നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നോടി തന്നെയാണ് ഇത്തരമൊരു സൂചന. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ അകത്തൊരു തീരുമാനം ഉണ്ടായ ശേഷം പറയുക എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശശി പാർട്ടി വിടാനുള്ള മറ്റ് ചില സാഹചര്യങ്ങളും അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ചില ധാരണകൾ ഉണ്ടാക്കുന്നു. അത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണം. എന്തായാലും പാർട്ടിയിൽ നിന്ന് ഇനി പുറത്തേക്ക് തന്നെയാണ് PK ശശി എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കളുടെ ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് PM ആർ ഷോയെ പോലെ ഒരു നേതാവ് വളരെ വ്യക്തമായി തന്നെയാണ് ബിലാലെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്. അത് അണികൾക്കായാലും കേൾക്കുന്ന ഏത് മനുഷ്യർക്കായാലും ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അത് ഏതെങ്കിലും തരത്തിൽ അത് മറച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനോ അല്ല ശ്രമിക്കുന്നത്. സാധാരണഗതിയിൽ CPM-ൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ, നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കട്ടെ, അതുവരെ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് സാധാരണ ജനങ്ങൾക്കടക്കം അല്ലെങ്കിൽ പാർട്ടി അണികൾക്കടക്കം മനസ്സിലാവുന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു ഇന്നലെ ഈ 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ജില്ലാ സെക്രട്ടറി ആ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. PM ആർ ഷോയെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കൂടി അനുമതിയില്ലാതെ ആർ ഷോയെ പോലെ ഒരു നേതാവ് ആ തരത്തിൽ പ്രതികരിക്കില്ല എന്നത് വ്യക്തമാണ്. ഏരിയ സെക്രട്ടറിയുടെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് ഒരു വൈകാരിക പ്രതികരണമായോ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു പൊതുവികാരം എന്ന നിലയ്ക്കൊക്കെ കാണാം. പക്ഷേ NK നാരായണൻ മണ്ണാർക്കാട് CPM ഏരിയ സെക്രട്ടറിയുടെ വാചകങ്ങൾ അത് ശശിക്കുള്ള ശക്തമായ ഒരു സൂചന കൂടിയല്ലേ കിരൺ? PK ശശിയിലെ പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പാർട്ടി പരിശോധിക്കും, ആവശ്യമെങ്കിൽ ശശിയെ തിരുത്തും. ശശിയുടെ ചില പരാമർശത്തിൽ CPM-ന്റെ പ്രവർത്തകർ അസ്വസ്ഥരാകുന്നത് സ്വാഭാവികമാണ്. അതായിരിക്കാം മണ്ണാർക്കാട്ടെ ഇന്നലത്തെ മുദ്രാവാക്യത്തിൽ കേട്ടത്. അതേസമയം അത് ശശിക്കെതിരെ അല്ല പ്രകടനം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശശിക്കെതിരെ അല്ലാതെ വേറെ ആർക്കെതിരെയാണ് ആ പ്രകടനം? അവിടെ ശരിയാണ്, മണ്ണാർക്കാട് CPM ഓഫീസിന് നേരെ പടക്കമേറുണ്ടായിട്ടുണ്ട്. അത് മാത്രമായിരുന്നോ ഈ പ്രകടനത്തിന് കാരണം? അതിലും ശശിയുടെ ഒരു വിശ്വസ്തൻ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, അഷ്റഫ്. മഞ്ജുഷ, ഇത് വളരെ വ്യക്തമാണ്. ഇത് PK ശശിയുടെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രകടനം കേൾക്കുന്ന ആളുകൾ, ഈ നേതാക്കളുടെ സംസാരം കേൾക്കുന്ന ആളുകൾ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി അണികൾ, അനുഭാവികൾ, ഏതു മനുഷ്യർക്കും ഇത് വളരെ വ്യക്തമാണ്. ഇത് ആരെ ഉദ്ദേശിച്ചാണ് ബിലാലെ എന്ന് വിളിക്കുന്നതെന്നും ആരെയാണ് ഇതെല്ലാം പറയുന്നതെന്നും, അല്ലാതെ പാർട്ടി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞു എന്ന് പറയുന്ന ഈ അഷ്റഫിനെ ഉദ്ദേശിച്ചല്ല CPM-ന്റെ ഒരു സംസ്ഥാന നേതാവ് ആ തരത്തിലേക്കുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നത്. അവിടുത്തെ ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ CPM-ന് നേരെ വന്നാൽ തച്ച് തകർക്കും, ഇതായിരുന്നു മുദ്രാവാക്യം. ബിലാൽ എന്ന് ഉദ്ദേശിക്കുന്നത് PK ശശിയാണ്. കാരണം ശശി തന്നെ മണ്ണാർക്കാട് ഡിസ്പെൻസറി ഉദ്ഘാടന സമയത്ത് ബിലാൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ അനുയായികൾ എന്ന് പറയുന്നത്, അല്ലെ, ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ എന്ന് പറയുന്നത് അവിടെ പടക്കമെറിഞ്ഞ ആളുകളെയാണ്. അപ്പോൾ സ്വാഭാവികമായും ശശിയും ശശിയുടെ കൂട്ടാളികളും ഇക്കാര്യം വ്യക്തമാണല്ലോ, അല്ലേ?
അത് തന്നെയാണ് മഞ്ജുഷ ഏറ്റവും പ്രധാനം. CPM സംബന്ധിച്ച് അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ ആ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായം ഏരിയ സെക്രട്ടറി പറയുന്നു. PM ആർഷോയെ പോലെ സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു. ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ PM ആർഷോയുടെ ഭാഗത്തു നിന്നോ PK ശശിയെ പോലെ ഒരു കാലത്ത് സംസ്ഥാനത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്വാധീനമുണ്ടായിരുന്ന നേതാവ്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന നേതാവ്, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ദീർഘകാലം വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന നേതാവ്, അത്തരം ഒരു നേതാവിനെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നേതാവിനെ എതിരെ പരസ്യമായി പറയണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പാലക്കാടുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേരുകയും കടുത്ത നടപടികളിലേക്ക് ഏതെങ്കിലും ഈ മുൻകാലങ്ങളിൽ ഉണ്ടായ വിട്ടുവീഴ്ചകൾ ഉണ്ടാവില്ല എന്ന തരത്തിൽ അദ്ദേഹം ചില മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. അത്തരത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ PK ശശിയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം PK ശശിയെ കൈവിട്ടു എന്ന് വേണം കരുതാൻ. അത്തരം KTDC ചെയർമാൻ പദവിയോ KTDC ചെയർമാൻ പദവി ഇപ്പോഴും ശശി കൈയാളുകയാണ്. ശശി അതിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പ്രാദേശികമായിട്ട് നേതാക്കൾക്കിടയിൽ ഉണ്ടല്ലോ അല്ലേ? അത് ഏത് സമയത്തും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മഞ്ജുഷ. പാർട്ടിയിൽ നിന്ന് തന്നെ ശശിക്കെതിരെയുള്ള കൂടുതൽ നടപടികൾ, ഇപ്പോൾ തന്നെ ബ്രാഞ്ചിലാണ് അദ്ദേഹം ഉള്ളത്, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണം, മറ്റ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പാലക്കാട് ജില്ല ഒരു കാലത്ത് PK ശശിക്ക് അത്രമേൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആ തരത്തിലേക്കുള്ള അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് VS പിണറായി പോരൊക്കെ പാലക്കാട് നടന്ന സമയത്ത് VS പക്ഷത്തിൻ്റെ വലിയ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ പിണറായി പക്ഷത്തെ കൊണ്ടുവരുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു നേതാവ് എന്ന നിലയിൽ അടക്കം അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരു പ്രാധാന്യവും പാർട്ടിക്കുള്ളിൽ സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ പാർട്ടിക്ക് മുന്നിൽ ഉയർന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് പാർട്ടി സംരക്ഷണം നൽകി. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ശശിയെ CPM കൈവിടുകയാണ് എന്ന തോന്നൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസ് നേതാവ്